രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഉണർവേകുന്നതും ദീർഘവീക്ഷണവുമുള്ളതുമായ ബജറ്റാണ് ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. കേരളത്തിനായി അപൂർവ ധാതു ഇടനാഴിയും നാളികേര പ്രോത്സാഹന പദ്ധതികളും ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ ആയുർവേദ ചികിത്സാ മേഖലയ്ക്കും കടലാമ സംരക്ഷണത്തിനും പ്രത്യേക പരിഗണന നൽകിയതും പ്രശംസനീയമാണ്. അതോടൊപ്പം 2026 രാജ്യത്തിൻ്റെ ധനക്കമ്മി മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 4.5% കുറയ്ക്കുമെന്ന സുപ്രധാന പ്രഖ്യാപനവും ഈ ബജറ്റിൽ നടത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ 26 മിനിറ്റ് നീണ്ടുനിന്ന ബഡ്ജറ്റ് അവതരണം ആരംഭിച്ചത് രാജ്യത്തിന്റെ സ്ഥിരതയുള്ള വളർച്ച സൂചിപ്പിച്ചായിരുന്നു. ഉൽപാദനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ ഉതകുന്ന പ്രഖ്യാപനങ്ങളായിരുന്നു ബഡ്ജറ്റിൽ ഇടം പിടിച്ചത്. ഇന്ത്യയെ ഗ്ലോബൽ ബയോഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ 10,000 കോടി രൂപ. ഒഡീഷ, കേരള, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ റെയർ എർത്ത് മൈനിങ്ങിനായി പ്രത്യേക ഇടനാഴി പദ്ധതി. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷന് വേണ്ടി 40,000 കോടി രൂപയും കണ്ടെയ്നർ നിർമ്മാണത്തിന് 5 വർഷത്തേക്ക് 10,000 കോടി രൂപയും വിലയിരുത്തി. സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഗവേഷണത്തിനും പദ്ധതി. നെയ്ത്തുകാർക്കും കരകൗശല വിദഗ്ധർക്കുമായി നാഷണൽ ഹാൻഡ്ലൂം ഹാൻഡിക്രാഫ്റ്റ് നാഷണൽ ഫൈബർ പ്രോജക്ട്. ഖാദിയെ പ്രോത്സാഹിപ്പിക്കാൻ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് പദ്ധതിയും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ റിസ്ക് ഗ്യാരണ്ടി ഫണ്ട്. MSME ചാമ്പ്യന്മാരെ സൃഷ്ടിക്കാൻ 10,000 കോടി രൂപയും വകയിരുത്തി. Recognizing MSMEs as a vital engine of growth, I propose a three-pronged approach to help them grow as champions. Equity support. I propose to introduce a dedicated 10,000 crores SME growth fund to create future champions, incentivizing enterprises based on select criteria. പൊതുചെലവ് 12.2 ലക്ഷം കോടി രൂപയായി ഉയർത്തും. ഗഗനിയെയും സൂറത്തിനെയും ബന്ധിപ്പിച്ച ചരക്ക് നീക്കത്തിന് പുതിയ ഇടനാഴി. 5 വർഷത്തിനകം 12 പുതിയ ജലപാതകൾ. വാരണാസിയെയും പട്നയെയും ബന്ധിപ്പിച്ച് ഉൾനാടൻ ജലപാത. ടെക്സ്റ്റൈൽസ് മേഖലയുടെ ഉണർവിന് സമർത്ത് 2.0 പദ്ധതി. 7 അതിവേഗ റെയിൽവേ പദ്ധതികൾ. കേര കർഷകർക്കായി കോക്കനട്ട് പ്രൊമോഷൻ സ്കീം. പ്രധാന ഉൽപാദനം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ ഉൽപാദനമില്ലാത്ത തെങ്ങുകൾ മാറ്റി പുതിയത് നടാൻ പ്രോത്സാഹനം. ഇന്ത്യൻ കശുവണ്ടിയും തേങ്ങയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായം. കർഷകർക്കായി AI പ്രഖ്യാപനം. ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. 17 മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകൾ സ്ഥാപിക്കും. ഗ്രാമീണ സ്ത്രീ ശാക്തീകരണത്തിനായി ഷീമാർട്ടുകൾ. വനിതകളെ സംരംഭക ഉടമകളാക്കി മാറ്റാൻ ആധുനിക സൗകര്യങ്ങൾ അടക്കമുള്ള സഹായം. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതിയില്ല. വിദേശ ഇന്ത്യക്കാരുടെ സ്ഥാവര വസ്തുക്കളുടെ കൈമാറ്റത്തിന് നികുതി ചുമത്തും. വിദേശയാത്രയുടെ നികുതി 5% നിന്നും 2% കുറച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള നികുതി 5 നിന്നും 2% സംസ്ഥാനങ്ങൾക്ക് 1.4 ലക്ഷം കോടി രൂപയുടെ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റായി നൽകുന്നതടക്കം രാജ്യത്തിന്റെ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് 2026-27 ബഡ്ജറ്റിൽ ഇടം പിടിച്ചത്. S. നന്ദഗോപൻ, ജനം, ഡൽഹി.